ഒടിയൻ, ഇരുട്ടിന്റെ രാത്രിയുടെ രാജാവ്. രാത്രിയിൽ പുറത്തിറങ്ങുന്നവരെ ഒരുപാട് പേരെ നമുക്കറിയാം. മാടൻ, മറുത, ചാത്തൻ, യക്ഷി, രക്ഷസ്. എന്നാൽ ഇവരെയൊക്കെ നമ്മുടെ സുഹൃത്തുക്കൾ പ്രേതമെന്ന ഒറ്റ പേരിലാണ് വിളിക്കാറ്. എന്നാൽ പഴയ ആളുകളോട് ചോദിച്ചാൽ ഇവയൊക്കെ വ്യത്യസ്തമാണെന്ന് പറയും. തറയിൽ ഒളിച്ചിരുന്ന ഇരുട്ടിന്റെ മറ പറ്റി ജീവിച്ചിരുന്ന മനുഷ്യരാണ് ഒടിയന്മാർ. പണ്ട് കാലത്തെ ജന്മിത്വത്തിന് എതിരായി പറയൻ സമുദായത്തിൽ നിന്നും ഉള്ള ആളുകൾ ജന്മികളുമായി നേരിട്ട് പോര് നടത്താനാവാതെ അവർ തിരിച്ചടിക്കുന്ന മറ്റൊരു രീതിയായി ഒടിവിദ്യയെ പറയപ്പെടുന്നു. എന്നാൽ ഇതൊന്നും ഒറ്റ ദിവസം കൊണ്ട് നടക്കുന്ന കാര്യമല്ല. ഒടിവെക്കാൻ ഉദ്ദേശിക്കുന്ന ആളുടെ ജന്മനക്ഷത്രം അറിഞ്ഞ് പ്രത്യേക തരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യുമായിരുന്നു. അതുമാത്രമല്ല, ഇവർക്ക് ഒരുപാട് ഔഷധങ്ങളും മറ്റും ഉണ്ടായിരുന്നു. അതിൽ പ്രധാന ഔഷധമായിരുന്നു ഗർഭിണികളുടെ പ്രായമെത്താതെ മരിച്ചുപോയ ചാപിള്ളകൾ. ഇത് രണ്ടു രീതിയിലാണ് ഇവർ എടുക്കുന്നത്. ഒന്നെങ്കിൽ പ്രായമെത്താതെ പോയ ചാപിള്ളയെ ഇവർ കുഴിച്ചിടും. അതല്ലെങ്കിൽ ഗർഭസ്ഥാവസ്ഥയിൽ ഒരു സ്ത്രീ മരിച്ചു പോവുകയാണെങ്കിൽ അന്നത്തെ കാലത്ത് ദഹിപ്പിക്കുന്ന പതിവുണ്ടായിരുന്നില്ല, കുഴിച്ചിടാറായിരുന്നു പതിവ്. ഇത്തരത്തിൽ അടക്കം ചെയ്ത ശവശരീരങ്ങൾ ഇവർ എടുക്കും. അതിൽ നിന്നും എടുത്ത ഈ ഭ്രൂണത്തെ അവരുടെ അടുക്കളയിൽ കെട്ടിത്തൂക്കും. കുറെ കാലങ്ങൾ കഴിഞ്ഞ് ഇത് ഈച്ചയായി ദ്രവിച്ച് പുഴുത്ത് അതിൽ നിന്നും ഒരു പ്രത്യേക തരത്തിലുള്ള ദ്രാവകം രൂപപ്പെടും. ഇതിനെ അസ്ഥി ദഹിപ്പിച്ചിട്ടുള്ള ഭസ്മം കൂട്ടി ഉരുട്ടും. എന്നിട്ട് കുറെ ഉരുളകളാക്കി എടുത്തു വെക്കും. എന്നിട്ട് ഒടിവിദ്യയ്ക്ക് വേണ്ടി അവർ ഇത് ഔഷധമായി ഉപയോഗിക്കും. അതുകൊണ്ടായിരുന്നു പണ്ട് കാലത്ത് അല്ലെങ്കിൽ ഇപ്പോഴത്തെ കാലത്തും നമ്മുടെ മുത്തശ്ശിമാർ ഗർഭിണികളെ പുറത്തിറങ്ങാൻ അനുവദിക്കില്ലായിരുന്നു. ഒടിവിദ്യയിലെ കൂടുതൽ രഹസ്യങ്ങൾ നമുക്ക് ഇനിയും കുറേയേറെ അറിയാനുണ്ട്.